സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല ഇണയെ കിട്ടുക, ഭക്ഷണ സൗഭാഗ്യം നാട്ടിൽ തന്നെ ഉണ്ടാകുക. വിശദീകരിച്ചാൽ പിന്നെ നമ്മളെ ഈ വിഷയത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോ. അള്ളാഹു നമുക്ക് വലിയ നാട്ടിൽ തന്നെ കച്ചവടമൊക്കെ ചെയ്ത് നല്ല ഉഷാറാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കേൾക്കുന്നവരും അല്ലാത്തവരുമായ പ്രവാസികൾക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മക്കളുണ്ടാകുക എന്നുള്ളത് സൗഭാഗ്യമാണ്. ആ മക്കൾ രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ബഹുമാനമാണ്. മക്കള് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ അടുക്കലേക്ക് ആളുകൾ വിഷമവുമായിട്ട് പരാതിയായിട്ട് വരും. ചില ആൾ വന്നിട്ട് പറയും, തങ്ങളെ മക്കളില്ല. ഈ സ്ഥലത്തും പോയാൽ വാല് പോയ മക്കളില്ല, കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം 15 കൊല്ലം എന്നൊക്കെ പറയും. അല്ലാഹുവേ, അവർക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കടക്കം ഞങ്ങളുടെ സ്നേഹികൾക്കും എല്ലാവർക്കും നല്ല ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ല എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹു അൻഹു അവരോട് പറയും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂ എന്ന് പറയും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഒന്ന് ചൊല്ലിയ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂ എന്ന് പറയും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് പുറത്തു തരണമെന്ന് പറയല് മാത്രമല്ല, നീ എന്റെ ഉടമസ്ഥനാണ് അല്ലാ, ഞാൻ നിന്റെ സാധുവായ അടിമയാണ് അല്ലാ. തടയപ്പെട്ട നിഅമത്ത് കിട്ടാൻ ഇസ്തിഗ്ഫാർ ഏറ്റവും നല്ല മരുന്നാണ്. അപ്പം മക്കളില്ലാത്തവര് ധാരാളം വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും മക്കളില്ല എന്ന് പറഞ്ഞ മഹാനവറുകൾ പറയും, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. വേറൊരാള് വന്നിട്ട് പറയാണ്, കച്ചവടം തുടങ്ങിയിട്ട് എങ്ങനെ ശരിയാകുന്നില്ല, കച്ചവടം എല്ലാം പൊളിഞ്ഞു പോവുകയാണ്, സാമ്പത്തിക നഷ്ടം വരികയാണ്. അയാളോടും ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലിക്കോ. അപ്പൊ വേറൊരാള് വന്നിട്ട് പറയുന്നത്, വെള്ളമില്ല, പുഴയെല്ലാം പറ്റി വരണ്ട്, മഴയില്ല, പ്രശ്നമാണ്. അപ്പം മഹാനവറുകൾ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കോ. അയാളോട് ഇസ്തിഗ്ഫാർ അല്ലാനാ പറയുന്നത്. വേറൊരാള് വന്നിട്ട് പറയുന്ന, കൃഷിയെല്ലാം ഉണങ്ങിപ്പോവാണ്, ആകെ നഷ്ടത്തിലാണ്. അയാളോടും മഹാനവറുകൾ പറയുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. എല്ലാരും രോഗം എന്തായാലും ഒറ്റ ഗുളിക, എന്ത് ചോദിച്ചാലും ഒരേ മറുപടിയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അപ്പൊ അടുത്ത് കണ്ട ഒരു ശിഷ്യൻ, ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു ശിഷ്യൻ വന്ന് ഉസ്താദിനോട് ചോദിക്കാണ്, അല്ല ശൈഖേ, ഉസ്താദേ, എന്ത് പരാതി, എന്ത് ആവശ്യം വന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതിന്റെ പൊരുളെന്താണ്? വേറൊരു മറുപടി ഇല്ലാഞ്ഞിട്ടാണ് ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, നീ പരിശുദ്ധ ഖുർആൻ ഓതാറില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹ് പറയുന്നു, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിങ്ങൾക്ക് അല്ലാഹു തആല മഴ ചൊരിച്ചു തരുന്നതാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിങ്ങൾക്ക് സമ്പത്തും സന്താനവും അല്ലാഹു ധാരാളം നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിങ്ങളെ പുഴയൊക്കെ റെഡിയാകുന്നതാണ്, വെള്ളം നിറയുന്നതാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിങ്ങളെ കൃഷിയൊക്കെ റെഡിയാകുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിലില്ലേ? അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കൊടുത്തത്. മക്കളില്ലാത്തവർക്ക് ഏറ്റവും നല്ല മരുന്ന്, ഒരു നിഅമത്ത് തടയപ്പെട്ടവൻ ഏറ്റവും നല്ല മരുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇത് ചൊല്ലാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? എല്ലാ സമയത്തും ചൊല്ലാൻ, എന്റെ വിഷയം അതൊന്നല്ല കേട്ടോ, എന്നാലും ഓർമ്മപ്പെടുത്തിയതാണ്. എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലാം. പക്ഷെ ഏറ്റവും നല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ബഹുമാനം പറഞ്ഞ ഒരു സമയമുണ്ട്. ബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒരു 2 റക്അത്ത് വസല്ലി ബില്ലൈലി വന്നാസു നിയാം,
തദ്ഖുലിൽ ജന്നത ബിസലാം. സുബഹിക്ക് എഴുന്നേറ്റ് ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നന്നായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം ചുരുങ്ങിയത് 70 തവണ അല്ലെങ്കിൽ 100 തവണ. ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ദിവസം 100 തവണ അല്ലെങ്കിൽ 70 തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. ഒരു ദോഷവും വരാതെ അല്ലാഹു ഇസ്മത്ത് കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. പാതിരാ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാ. ഇടയിലൊന്ന് ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ഇടയിലൊന്ന് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ. ഇവിടെ ദോഷങ്ങളല്ല മാപ്പ് ചെയ്തല്ല നമ്മളെ സന്തോഷമാക്കി തരട്ടെ. നല്ല റാഹത്തുള്ള ജീവിതം കിട്ടണം.